ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺമട്ട കണ്ടുകൊണ്ടിട്ട് മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയൊരു വെബ് ഷൂട്ടർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോങ്കോങ് സ്പൈഡർമാൻ്റെ വെബ് ഷൂട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെക്കാനിസമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു സ്ട്രാഫ് വേണം. അത് നമ്മുടെ കൈക്ക് സൂട്ടാവുന്നൊരു സ്ട്രാഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ബുള്ളറ്റാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഡിസൈനിൽ നമ്മുടെ ബുള്ളറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഒരു തോക്കിനുള്ളിലെ സ്പ്രിങ് ആണ്. ഓക്കെ, അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഏകദേശം അളവാണ്. ഓക്കെ, ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു റിങ്ങും കൂടെ സെറ്റാക്കി എടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു ഷേപ്പിലെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ചെന്ന് ഒട്ടിക്കാനാണ്. അതായത് നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് സേവ് ചെയ്യുമ്പോഴത്തേനും സ്പ്രിങ് കറക്റ്റായിട്ട് ലോഡ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഷേപ്പ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ട്യൂബില്ലേ, അതിലേക്ക് വെച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ മെയിൻ, ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നത്. ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ ചെറിയൊരു സ്പ്രിങ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു ഹോളും കൂടെ നടുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ട്രാഫ് എടുക്കുക. നമ്മുടെ ഈ ഒരു ലോക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനാണ്. നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു നൂല് ആ ഹോളിൽ കൂടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നേരെ ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഐസ്ക്രീം സ്റ്റിക്കും കൂടെ വെച്ചിട്ട് സെറ്റ് ആക്കുകയാണ്. എന്നാലേ ശകലം ബലം കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ ഈ ഒരു മോഡല് നമ്മുടെ ആ ലോക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ വീഡിയോ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോക്കിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ട്രിഗർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ആ നൂല് അതിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുള്ള വർക്കിംഗ് ആണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഷേപ്പ് എടുത്തിട്ട് വീഡിയോയ്ക്ക് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുത്താൽ പെർഫെക്റ്റ് ആണ്. ഇനി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇവിടെ ഫ്രണ്ടിലും കൂടെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രിഗർ വലിക്കുമ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയാണ്. ഇനി ഇവിടെ ഒരു മാഗ്നറ്റ് ഒരു ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ക്യാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിലൊരു അടിപൊളി ലുക്കാണ്. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് കളർ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് സ്പ്രേ പെയിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ നിങ്ങളുടെയുള്ള പെയിൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ലോഡ് ചെയ്യുന്നത് നോക്കാം. കാരണം നമുക്ക് ഈ ഒരു ബുള്ളറ്റ് വീഡിയോ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ബുള്ളറ്റിൽ ചെറിയ നൂലും കൂടെ ഒട്ടിച്ചൊടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു അളവിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്തിട്ട് നേരെ നമ്മുടെ ഈ കേസിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ആക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു ക്യാപ്പും കൂടെ എടുത്ത് മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഷൂട്ട് ചെയ്താക്കാം. ജസ്റ്റ് ഷൂട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ വൺമട്ട കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ആ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൊടുത്ത് അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.